ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഡിഫറെൻറ്റ് റീഡിങ്, അതായത് നിങ്ങൾക്ക് കുറച്ച് ഡിഫറെൻറ്റ് മെസ്സേജസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്കിതിൽ ഇഷ്ടമുള്ള നമ്പർ ചൂസ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ കാണുന്ന നമ്പർ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇതിൽ ഫസ്റ്റ് വൺ 111, സെക്കൻഡ് വൺ 222. ഓക്കെ, ഞാൻ 3 വെച്ചില്ല. ഓക്കെ, പിന്നെ 444 ആൻഡ് 555. ഓക്കെ, നിങ്ങളിതിൽ ഏത് നമ്പറാണ് കാണുന്നത്, ഏറ്റവും കൂടുതൽ കാണുന്നത്, അത് സെലക്ട് ചെയ്യാം നിങ്ങൾക്ക്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും നമ്പർ ഇഷ്ടമുണ്ടെങ്കിൽ അതിനെ സെലക്ട് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ എല്ലാം കാണാം, നോ പ്രോബ്ലം. ഓക്കെ, കാരണം ഇത് ഓരോന്നിലും ഓരോ മെസ്സേജ് ആയിരിക്കും കിട്ടുക. സോ നിങ്ങൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഒരു വാക്ക്, എന്തെങ്കിലും ഒരു കാര്യം ചിലപ്പോൾ അതിൽ ഒരു മാച്ച് കിട്ടിയേക്കാം. സോ എല്ലാം കാണാം, വിരോധമില്ല. ഓക്കെ, ബട്ട് നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് ഏതെങ്കിലും ഒരു നമ്പർ നിങ്ങൾ കൂടുതൽ കാണുന്നുണ്ട്, അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയണം എന്നാണെങ്കിൽ നമുക്ക് അങ്ങനെ കണ്ടു നോക്കാം. ഓക്കെ, സോ ഇത് വളരെ ചെറിയ ഒരു റീഡിങ്ങേ ഞാൻ എടുക്കുള്ളൂ, കാരണം അത്രയും ഇതെടുക്കണം. ആൻഡ് ഞാൻ കൂടുതൽ ലൈക്ക് മാറ്റി വെക്കുന്നൊന്നുമില്ല, ഇവിടെ തന്നെ ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ ആദ്യം ഞാൻ അതിൻ്റെ വേണമെങ്കിൽ ആക്ച്വലി ടാഗ് കൊടുക്കാം ഏതാ ചെയ്യുന്നതെന്ന്. ഓക്കെ, 111 ചെയ്യാം നമുക്ക്. 111 നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ, ഓക്കെ, 1 എപ്പോഴും ഇത് പറയുന്നത് ന്യൂ ബിഗിനിങ്ങിനെ കുറിച്ചാണ്, അതായത് ഒരു പുതിയ തുടക്കം എന്ന് പറയും. സോ ഇവിടെ എന്ത് കാര്യമാവാം, നിങ്ങൾ എന്തെങ്കിലും ഒരു ജോലി സ്റ്റാർട്ട് ചെയ്യുന്നു, എന്തെങ്കിലും പുതിയതായിട്ട് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നു, നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ വരുന്നു, ഒരു പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നു. നമ്മൾ പ്രോപ്പറായിട്ട് പുതിയ കാര്യം എന്നല്ല, നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നിട്ട് നമ്മൾ തന്നെ ഒരു ഞാൻ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ എന്ന് പറയില്ലേ, ചിലപ്പോൾ അങ്ങനെ ഒരു ഫീലിംഗ് വരുന്ന പോലെ. ഓക്കെ, സോ സംതിങ് ന്യൂ, സംതിങ് നിങ്ങളുടെ ചിലപ്പോൾ ഡിഫറെൻറ്റ് ഒരു ചിന്ത, നിങ്ങളുടെ മനസ്സിലൊരു ഒരു പുതിയൊരു പോസിറ്റീവ് തോട്ട്, അങ്ങനത്തെ കാര്യമായിരിക്കും. ഓക്കെ, എന്തും ആവാം. സോ അതിനെയാണ് നമ്മൾ ന്യൂ ബിഗിനിങ് എന്ന് പറയുക. സോ എപ്പോഴും യൂണിവേഴ്സ് നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളൊരു ഇൻഡിക്കേഷൻ 111 വെച്ച് തരും. ഓക്കെ, സോ പക്ഷെ ഇത് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കില്ല എന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഗ്രോത്തിനനുസരിച്ചിട്ട് ഓരോരോ കാര്യങ്ങൾ ഓരോരോ നമ്പറായിട്ട് ചിലപ്പോൾ കാണാനുള്ള സാധ്യതയാണ്. എനിവേ, ഞാൻ ഓരോന്നായിട്ട് പറയാം. ഓക്കെ, സോ 111 അതാണ്. ഓക്കെ, വേണമെങ്കിൽ നിങ്ങൾക്ക് ഇൻഫർമേഷൻ തന്നേക്കാം. 222 ആക്ച്വലി ഇത് നമ്മളൊരു അലൈൻമെൻ്റ് എന്ന് പറയും, അതായത് നിങ്ങളുടെ ചിന്തകളും നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് ചെയ്യുന്ന കാര്യവും, ഓക്കെ, അതായത് പ്രാക്ടിക്കൽ ലൈഫും നമ്മുടെ മനസ്സിലുള്ളതും പുറത്ത് നടക്കുന്നതും തമ്മിലൊരു അലൈൻമെൻറ്റ് വരിക, ഒരേപോലെ ഉള്ള ആവുക എന്ന് പറയും. ഓക്കെ, സോ അതാണ് ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ. പിന്നെ ഇത് ഒരുതരം യൂണിയൻ എന്നെടുക്കാം. യൂണിയൻ എന്ന് പറയുമ്പോൾ അഗൈൻ നമ്മൾ ചിന്തിക്കുന്നത് റിസൾട്ടിൽ വരുന്നു, അത് തന്നെയാണ്. പിന്നെ ഇത് കുറച്ച് പേര് ഇത് ശരിക്കും ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ നമ്മൾ കൂടുതൽ എടുക്കാറുണ്ട്, ഒരു യൂണിയൻ എന്ന രീതിക്ക് പറയാറുണ്ട്. പിന്നെ എന്താ പറയുക, ഇതിനെക്കുറിച്ച് 222 കുറിച്ച് ബാലൻസ് പറയും. ബാലൻസ് ഉണ്ട്. ബാലൻസ് പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ എല്ലാ കാര്യങ്ങളും ഒരു ബാലൻസിലേക്ക് വരുന്നതായിട്ട് അങ്ങനെയൊക്കെ പറയാം. നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ നന്നായിട്ട് മാനേജ് ചെയ്യാൻ പറ്റാം, ഒരു ബാലൻസ് വരിക, അങ്ങനത്തെ കാര്യങ്ങൾ പറയും. ഓക്കെ, 444 നമ്മൾ ഏഞ്ചൽസിൻ്റെ നമ്പറാണ്. 4 ആക്ച്വലി സ്റ്റെബിലിറ്റിയുടെ നമ്പറാണ്. സ്റ്റെബിലിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ലൈഫ് വളരെ സ്റ്റേബിൾ ആയിട്ട് മുന്നോട്ട് പോകും. സ്റ്റേബിൾ എന്ന് പറയുമ്പോൾ തന്നെ ടേബിൾ എടുത്തോളൂ. ഓക്കെ, ഒരു ടേബിൾ പോലെ നമ്മൾ ഉറച്ച് ഒരു കാര്യത്തിൽ നിൽക്കുക. ഓക്കെ, ഒരു ജോലിയിൽ നല്ല സ്റ്റെബിലിറ്റി വരിക, ഒരു പണം ഏണിങ്ങിൽ കറക്റ്റായിട്ട് വന്നുകൊണ്ടിരിക്കുക. അതുപോലെ ലൈഫ് വളരെ ഒന്ന് സ്ട്രോങ് ആയിട്ടൊന്നും നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ബന്ധങ്ങളിലാണെങ്കിലും ശരി, എവിടെയാണെങ്കിലും ശരി, ഇങ്ങനെ ഒരു സ്റ്റെബിലിറ്റി വരും എന്ന രീതിയിൽ. പിന്നെ 444 ഏഞ്ചൽ ഏഞ്ചൽ പ്രൊട്ടക്ഷൻ്റെ കാര്യം പറയാറുണ്ട്. സോ ഏഞ്ചൽസ് നിങ്ങളുടെ കൂടെ ഉണ്ട്, നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ്. എന്തെങ്കിലും നെഗറ്റീവ് കാര്യം നടക്കുമ്പോൾ ആയാലും നിങ്ങൾക്ക് 444 കാണുന്നുണ്ടെങ്കിൽ അവിടെ അപ്പോൾ ഏഞ്ചൽസ് പറയുന്ന നെഗറ്റീവ് കാര്യത്തിൽ നിങ്ങൾ പേടിക്കേണ്ട. ഓക്കെ, ഏഞ്ചൽസ് നിങ്ങളുടെ കൂടെ ഉണ്ട്, യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ട്. ഒന്നും ടെൻഷൻ ആവാതെ മുന്നോട്ട് പോകൂ എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് 555 ചേഞ്ചിൻ്റെ നമ്പറാണ്. ചേഞ്ച് എന്ന് പറയുമ്പോൾ മാറ്റങ്ങൾ. ഓക്കെ, നമ്മൾ എന്തെങ്കിലുമൊക്കെ ലൈഫിൽ മാറ്റങ്ങൾ വരുന്ന സമയം, അതും ഞാൻ പറഞ്ഞു 111 പോലെ തന്നെ വലിയ മാറ്റങ്ങൾ എന്ന രീതിക്കല്ല. ഓക്കെ, നമ്മുടെ മനസ്സിലൊരു ചിന്താഗതി, ഒരു ചെറിയൊരു കാര്യം മാറുന്നത്, ഓക്കെ, ഒരു പോസിറ്റീവ് തോട്ട് വരുന്നത്, അല്ലെങ്കിൽ നെഗറ്റീവ് തോട്ട് നമ്മൾ മാറ്റുന്നത്, അല്ലെങ്കിൽ നമ്മളെ തന്നെ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം നമ്മൾ മാറ്റം വരുത്തുന്നത്, പലതും ആവാം. ഓക്കെ, സോ അങ്ങനെ ഒരു മാറ്റത്തിൻ്റെ ഒരു വലിയ മാറ്റങ്ങളും വരും. ചിലപ്പോൾ എന്തെങ്കിലും വലിയ ചേഞ്ചസും ആവാം, സ്ഥലം മാറ്റം ആവാം, ജോലി മാറ്റം, എന്തും ആവാം. ബട്ട് നിങ്ങളുടെ ലൈഫ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതായത് ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ലെങ്കിൽ ചിലപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കാം. ഓക്കെ, എന്തായാലും ഒരു മാറ്റം എന്ന രീതിക്കാണ് നമ്മളിതിനെ എടുക്കുക. ഓക്കെ, സോ നിങ്ങൾ ഇതെല്ലാം ചൂസ് ചെയ്തോളൂ, ഏതാണ് നിങ്ങൾക്ക് വേണ്ടത്. ഓക്കെ, 111 ചൂസ് ചെയ്ത ആൾക്കാർക്ക് നിങ്ങൾക്ക് എന്താ ഗൈഡൻസ് നോക്കാം, യൂണിവേഴ്സ് എന്താ പറയുന്നത്. ഓക്കെ, ഫൈൻ. ഓക്കെ, ഇവിടെ ഒരു എൻഡിങ് ആൻഡ് ന്യൂ ബിഗിനിങ് എന്ന രീതിക്ക് ആക്ച്വലി എൻഡിങ് ആൻഡ് ന്യൂ ബിഗിനിങ് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എന്തോ അവസാനിച്ചിട്ടുണ്ട് നിങ്ങളുടെ ലൈഫിൽ.
അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു അവസാനം വരും, ചില എൻഡിങ്സ് വരും എന്ന രീതിക്ക് പറയാം. ഓക്കെ, ഒരു ടവർ മൊമെൻ്റ് ആണ് മെയിനായിട്ട്. ടവർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു ശരിക്കും ഒരു വലിയൊരു ഷേക്കപ്പാണ്. ഇത് കുറച്ച് പേർക്ക് ചെറിയ കാര്യങ്ങളായിരിക്കാം. ഓക്കെ, എല്ലാവർക്കും വലിയ കാര്യങ്ങൾ നടക്കണമെന്നില്ല. എന്തെങ്കിലും ചെറിയ ചെറിയ സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ ഒരു നിങ്ങൾക്കൊന്ന് പെട്ടെന്ന് ഷോക്കാവുന്ന തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയാണ്. ചിലപ്പോൾ പെട്ടെന്നൊന്ന് നിങ്ങൾ ഷേക്കപ്പായിട്ട് ജോലിയിലായാലും ശരി, ചിലപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് തോന്നും ഇവിടെ ശരിയാവില്ല, ഇനി മാറണം എന്ന് തോന്നിയേക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ അങ്ങനെ വലിയ കാര്യങ്ങളിൽ നമ്മൾ പറയുകയാണെങ്കിൽ ജോലി മാറ്റം, നഷ്ടങ്ങൾ, അങ്ങനെ പലതും വരും. ഓക്കെ, എന്തെങ്കിലും തകർച്ച എന്ന രീതിയിലാണ്, എന്തെങ്കിലും തകരുന്നു എന്ന രീതിയിലാണ്. നിങ്ങളുടെ ചിന്താഗതികളിൽ മാറ്റം വരുന്നതായിരിക്കാം, നിങ്ങളുടെ സിറ്റുവേഷനിൽ മാറ്റങ്ങൾ വരുന്നതായിരിക്കാം, സാഹചര്യങ്ങൾ മാറുന്നതായിരിക്കാം. ഓക്കെ, ബന്ധങ്ങളിൽ എന്തെങ്കിലും മാറ്റം വരുന്നതായിരിക്കാം. എന്ത് കാര്യമാവാം, ഇവിടെ ഒരു വലിയൊരു ടവർ മൂവ്മെൻ്റ് ആണ് കാണുന്നത്. ആ ടവർ മൂവ്മെൻറ്റിന് ശേഷം പക്ഷെ മുന്നോട്ട് മൂവ്മെൻ്റ് ഉണ്ട്. ഓക്കെ, മുന്നോട്ട് കാര്യങ്ങൾ സ്പീഡായിട്ട് പോവുകയും ചെയ്യും. അല്ലെങ്കിൽ ഈ ടവർ സംഭവിക്കുന്നത് തന്നെ ചിലപ്പോൾ പെട്ടെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കാതെ ആയിരിക്കും സംഭവിക്കാം. ഓക്കെ, ആ പ്രതീക്ഷിക്കാതെ, പക്ഷേ ഏത് തകർച്ച എപ്പോഴും ഞാൻ പറയുന്ന ഒരു, നിങ്ങൾ കാർഡ്സ് എൻ്റെ റെഗുലറായിട്ട് എന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കറിയും, എന്തെങ്കിലും തകരുമ്പോൾ ഓക്കെ അവിടെ നിങ്ങൾക്ക് വീണ്ടും റീബിൽഡ് ചെയ്യാനുള്ള ഒരു അവസരമാണ്. നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ എന്തെങ്കിലും മേജറായിട്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് ഇനി മുന്നോട്ട് നിങ്ങൾക്കൊരു പുതിയ തുടക്കം വരാൻ പോകുന്നു എന്നാണ്. ഈ അവസാനിച്ചതിനെ വിട്ട് കളഞ്ഞേക്കുക. ഓക്കെ, എവിടെ ഒരു ഹാർട്ട് ബ്രേക്ക് കാണുന്നുണ്ട്, എനിക്കൊരു വിഷമം കാണുന്നുണ്ട്, വേദന കാണുന്നുണ്ട്, ആരെങ്കിലുമായിട്ട് കോൺഫ്ലിക്റ്റ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടായതായിരിക്കാം. ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അങ്ങനെയാണ് എനിക്ക് കിട്ടുന്ന കാർഡ്. ഓക്കെ, സോ ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംഭവം അങ്ങനെ ഉണ്ടായി കാണാം. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു എൻഡിങ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, അത് നിങ്ങൾ പ്രതീക്ഷിക്കാതെ ആയിരിക്കും, ചിലപ്പോൾ പെട്ടെന്ന് സംഭവിച്ചായിരിക്കാം. സോ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ആ ഒരു വിഷമം, വേദന, അതിൽ നിങ്ങൾക്ക് പുറത്തു വന്ന് വേറെ നല്ലത് റീബിൽഡ് ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുന്നത്. തകർന്നത് എന്ത് തന്നെ ആയാലും, നമ്മൾ എപ്പോഴും ഒരു ബിൽഡിംഗ് തകരണം, ഒന്ന് ഇങ്ങനെ ഒരു ലൈറ്റ്നിങ് തട്ടി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തട്ടി അത് വീണ് പോയി എന്ന് വിചാരിക്കും. ഓക്കെ, ചില സമയത്ത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ഫൗണ്ടേഷൻ കറക്റ്റ് ആയിരിക്കില്ല. ഓക്കെ, അതിൻ്റെ എന്തെങ്കിലും ഇവിടെ താഴത്തെ എന്തെങ്കിലും പ്രശ്നം, അതായത് നമ്മൾ പറയില്ലേ റൂട്ടായിട്ടുള്ളത്, അവിടെ ആയിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും പ്രോബ്ലം. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ശരിയാക്കാനുള്ള ഒരു അവസരമാണ് യൂണിവേഴ്സ് തരുന്നത്. ഓക്കെ, ചില മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള ഒരു അവസരമാണ് യൂണിവേഴ്സ്. വീണ്ടും നമുക്ക് ബിൽഡിംഗ് ആദ്യം കെട്ടാൻ തുടങ്ങുമ്പോൾ നമ്മൾ വീണ്ടും ശ്രദ്ധിച്ച് ചെയ്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ആക്കി നമുക്ക് ചെയ്യാൻ സാധിക്കും. സോ ഇവിടെ ആ ഒരു തകർച്ച നിങ്ങൾക്ക് വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അതിന് ശേഷം നിങ്ങൾക്ക് ന്യൂ ബിഗിനിങ് വരും എന്നുള്ളൊരു സിമ്പിളായിട്ട് നിങ്ങൾക്ക് 111 കാണുന്നുണ്ടാവാം. ഓക്കെ, ഗൈഡൻസ് കൂടെ എടുത്തേക്കാം. ഒരു എൻഡിങ് വന്ന പോലെ തോന്നുന്നുണ്ട് എനിക്ക്, എന്തോ ഒരു എൻഡിങ് സംഭവം. എൻഡിങ് എപ്പോഴും നമ്മൾ നമ്പർ 10, 9, 10 ഒക്കെയാണ് നമ്മൾ എൻഡിങ്സ് എന്ന് വിളിക്കുക. അത് കഴിഞ്ഞാൽ വരുന്നത് 1 ആണ്. സോ ഓക്കെ, സോ ന്യൂ ബിഗിനിങ്. ഓക്കെ, ന്യൂ ബിഗിനിങ് വരും. എന്ത് തന്നെ തകർന്നിട്ടുണ്ടെങ്കിലും അതിനേക്കാൾ നല്ലത് നിങ്ങൾക്ക് എന്തോ വരും എന്ന രീതിക്കാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, ബെറ്റർ ആയിട്ട് എന്തെങ്കിലും നല്ലത് വരും. കോൺഫിഡൻസ്, ബിലീവ് ഇൻ യുവർ വർത്ത് ആൻഡ് എബിലിറ്റീസ്. ഓക്കെ, ഇവിടെ ശരിക്കും നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ കോൺഫിഡൻസ് പോകരുത്. ഓക്കെ, എന്തെങ്കിലും തകർച്ച വന്നു എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും നിങ്ങളെ ഡിഫൈൻ ചെയ്യുന്നൊരു കാര്യമല്ല. ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ ബന്ധങ്ങളിൽ എന്തെങ്കിലും പ്രശ്നം വന്നു, നിങ്ങളുടെ ജോലിയിൽ എന്തെങ്കിലും പ്രോബ്ലം വന്നു, നിങ്ങൾക്കത് നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും പ്രോബ്ലം ആയി, നിങ്ങളെ ആരെയും കുറ്റപ്പെടുത്തി, whatever എന്ത് തന്നെ സംഭവിച്ചാലും ശരി. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളെ വേറെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു, നിങ്ങളെ എന്തോ ആയിക്കോട്ടെ. ഓക്കെ, അതെല്ലാം ഒരിക്കലും അത് നിങ്ങളുടെ വർത്തിനെ കാണിക്കുന്നതല്ല. മറ്റുള്ളവർ എന്ത് പറയുന്നു എന്നുള്ളത് നിങ്ങളെ കാണിക്കുന്നതല്ല. നിങ്ങളുടെ ഉള്ളിൽ എന്താണ്, നിങ്ങൾ ആരാണ് എന്നുള്ളത് നിങ്ങൾക്കേ അറിയുള്ളൂ. ഓക്കെ, സോ നിങ്ങൾ എപ്പോഴും കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. ഓക്കെ, നിങ്ങളുടെ വർത്ത് നിങ്ങൾക്കറിയാം, നിങ്ങൾ അറിയണം, നിങ്ങളാണ് മനസ്സിലാക്കേണ്ടത്, മറ്റുള്ളവരല്ല, മറ്റുള്ളവർ പറഞ്ഞിട്ടല്ല. ഓക്കെ, സോ യു ബിൽഡ് യുവർ കോൺഫിഡൻസ്. അതാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ എന്താണ്, നിങ്ങൾ ആരാണ്, നിങ്ങളുടെ വർത്ത് ആൻഡ് എബിലിറ്റീസ്, നിങ്ങൾക്ക് കഴിവുകളുണ്ട്. വേറെ ആൾ പറയുന്നത് വെച്ചിട്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങളെ തന്നെ അളക്കരുത്. ഓക്കെ, ഈ തകർച്ചകളിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു വരാൻ നിങ്ങൾക്ക് തന്നെ സാധിക്കും. ഇത് ആക്ച്വലി നിങ്ങളെ ഷേക്കപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ ഒന്ന് പിടിച്ച് വലിച്ചിട്ടുണ്ടെങ്കിൽ, അത് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ കോൺഫിഡൻ്റ് ആവൂ. കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങളുടെ വർത്ത് നിങ്ങൾ തിരിച്ചറിയൂ. ഓക്കെ, എന്നിട്ട് വീണ്ടും ആദ്യം തുടങ്ങൂ എന്നാണ് പറയുന്നത്. ഓക്കെ, ഓക്കെ ഇവിടെ ഇരുന്നോട്ടെ. ഓക്കെ, ഇനി 222 പോകുന്നു ഞാൻ. ഓക്കെ, എല്ലാത്തിലും ചിലപ്പോൾ നിങ്ങൾക്ക് മെസ്സേജസ് ഉണ്ടാവും കേട്ടോ. താല്പര്യമുള്ളവർ ഐ തിങ്ക് മേ ബി ഐ ഡോണ്ട് നോ. 222 കാണുന്ന ആൾക്കാർക്ക് എന്താ മെസ്സേജ് നോക്കാം നമുക്ക്. Knight of Wands, Magician, Page of Swords. ഇവിടെ നിങ്ങൾക്കൊരു ഓഫർ വരുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഒരു പേഴ്സൺ ആയിരിക്കാം, ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഓഫർ എന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. ഒരു ഐഡിയാസിൻ്റെ കാര്യം കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങൾ ഓക്കെ എവിടെയും ക്രിയേഷൻ്റെ കാര്യമുണ്ട്. ഓക്കെ, ഓക്കെ അലൈൻമെൻറ്റ് എന്ന രീതിക്ക്, അതായത് ഇവിടെ എന്താ
നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ ഓക്കെ, അത് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ഐഡിയാസിനെ യൂസ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകും എന്ന രീതിക്കാണ്. സോ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു തോട്ട്, എന്തെങ്കിലും ഒരു ചിന്ത, നിങ്ങൾക്കൊരു ഐഡിയ വന്നിട്ടുണ്ട്, എന്തെങ്കിലും ഞാൻ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഓഫർ വന്നു, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ മുന്നോട്ട് ചെയ്യൂ എന്നാണ് പറയുന്നത്. കാരണം നിങ്ങളുടെ കയ്യിൽ എല്ലാ കഴിവും ഉണ്ട്, യു ക്യാൻ ഡു ഇറ്റ് എന്നാണ് പറയുന്ന. മജീഷ്യൻ പോലെയാണ്, നിങ്ങളൊരു മജീഷ്യനാണ്. ഓക്കെ, എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, ഇതിൽ ആക്ച്വലി 2 to 2 എന്നും ആയിട്ട് എനിക്ക് മാച്ച് ചെയ്ത് ആലോചിക്കുമ്പോൾ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ചിന്തകൾ ഓക്കെ പോസിറ്റീവായിട്ട് വെക്കുക. പോസിറ്റീവായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കതിനെ റിയാലിറ്റിയിലേക്ക് കൂടി നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്ന രീതിക്കാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ ചിന്തകളും റിയാലിറ്റിയും ഒരേപോലെ ആവുക എന്ന രീതിയിൽ. സോ നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ട്, നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ സാധിക്കും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഇത് നിങ്ങളുടെ എന്തെങ്കിലും ബിസിനസ്സിൻ്റെ കാര്യമായിരിക്കാം, ജോലിയുടെ കാര്യമായിരിക്കാം, ഈവൻ പഠിക്കുന്ന കാര്യമായിരിക്കാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൻ്റെ കാര്യമായിരിക്കാം, എന്തോ ആവാം. ഇവിടെ നിങ്ങളുടെ മനസ്സിലൊരു ഐഡിയ, എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ മനസ്സിലൊരു ഐഡിയ വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, അത് നിങ്ങൾക്ക് പ്രാക്ടിക്കലായിട്ട്, അതായത് പ്രാവർത്തികമാക്കാനും നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, അതിനെ നിങ്ങൾക്ക് റിയാലിറ്റിയിൽ കൊണ്ടുവരാനും നിങ്ങൾക്ക് സാധിക്കും. ആൻഡ് കീപ് യുവർ തോട്ട്സ് അലൈൻഡ് എന്ന് പറയും. അതായത് നിങ്ങൾ നെഗറ്റീവായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ആ സമയത്ത് അവിടെ നെഗറ്റീവ് നിങ്ങൾ ചിന്ത വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് കാര്യം നടക്കില്ല. ഓക്കെ, സോ എന്താണോ ചിന്തിക്കുന്നത് അതിനെ പോസിറ്റീവായിട്ടും നിങ്ങൾ വെക്കാൻ ശ്രമിക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഒരു അഡ്വൈസ് കൂടി എടുക്കാൻ തോന്നുന്നു എനിക്ക്. കാർഡ് കൺഫ്യൂഷൻ, നിങ്ങളുടെ മൈൻഡിൽ കൺഫ്യൂഷൻ ഉണ്ട്. ഓക്കെ, ബട്ട് ഐ തിങ്ക് നിങ്ങൾ ഓക്കെ, ഇത് 2 ആണ്, നമ്പർ 2 ആണ്. യെസ്, കൺഫ്യൂഷൻ ഒരു ചോയ്സിൻ്റെ കാര്യമായിരിക്കാം, ഒരു തീരുമാനം എടുക്കുന്ന കാര്യമായിരിക്കാം. ഇവിടെ നിങ്ങൾ എന്തോ ഒരു കാര്യം തീരുമാനിക്കാൻ ശ്രമിക്കുന്ന പോലെയുണ്ട്. ബട്ട് ഐ തിങ്ക് ഇവിടെ നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് ഓക്കെ, നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അത് നടക്കും. ഓക്കെ, ബട്ട് യെസ്, അതിനാദ്യം നിങ്ങൾ തീരുമാനമെടുക്കണം. നിങ്ങളൊരു ഡിസിഷൻ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കണം. അതിന് നിങ്ങൾ തന്നെ തീരുമാനിക്കണം. ഓക്കെ, വേറെ വഴിയൊന്നുമില്ല. നിങ്ങൾ മനസ്സിൽ കോൺഫിഡൻസ് കൊണ്ടുവന്ന് നിങ്ങൾ തന്നെ തീരുമാനം എടുക്കണം. ആൻഡ് പറ്റും, നിങ്ങൾക്ക് എന്താണോ ചില സമയത്ത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ചില കാര്യങ്ങൾ കണ്ണ് കെട്ടി ഇരിക്കുന്നുണ്ട് ഇവിടെ, അല്ലേ? നമ്മൾ ചില കാര്യങ്ങൾ കാണാത്ത ഒരു പ്രശ്നമുണ്ട് ഇവിടെ. നിങ്ങളെല്ലാം കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കുക, നല്ലോണം മനസ്സിലാക്കുക. നിങ്ങൾക്ക് ആക്ച്വലി മനസ്സിലാവാതെ അല്ല, നിങ്ങൾ സ്വയം കണ്ണ് കെട്ടിയിരിക്കുന്ന പോലെയാണ്. നിങ്ങൾ ഐ തിങ്ക് എനിക്ക് കാണാൻ ആഗ്രഹമില്ല എന്ന് പറഞ്ഞിരിക്കുന്ന തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും നമ്മുടെ എല്ലാം ശരിക്കും മനസ്സിലാക്കി അതിനനുസരിച്ച് തീരുമാനം എടുക്കണം. ഇവിടെ നിങ്ങൾ എന്തോ കണ്ണ് കെട്ടിയിരുന്നിട്ട് തീരുമാനം എടുക്കാൻ മടിക്കുന്ന പോലെയാണ്. ഓക്കെ, അത് മാറ്റി വെക്കുന്ന പോലെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ചിലത് നമ്മളെ വേദനിപ്പിക്കും, അല്ലേ? ചിലത് നമ്മൾ കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ വേദനിപ്പിക്കും. സോ ഇതിവിടെ നിങ്ങൾ അവനവനെ പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്ന പോലെയാണ്. സോ അങ്ങനെ ചെയ്യാതിരിക്കുക. ഓക്കെ, നിങ്ങൾ കണ്ണ് തുറന്ന് കാണുക, കാര്യങ്ങൾ കാണുക, മനസ്സിലാക്കുക, എന്നിട്ട് നിങ്ങളൊരു ആക്ഷനായിട്ട് നിങ്ങൾ എടുക്കുക എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, മതി ഷഫിൾ ചെയ്തു ഞാൻ. നിങ്ങൾക്ക് അഡ്വൈസ് പ്രോസ്പെരിറ്റി കംസ് ഫ്രം ഹാർഡ് വർക്ക് ആൻഡ് ലവ് ഫോർ ലൈഫ്. ഓക്കെ, നിങ്ങൾ ജീവിതത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് പ്രോസ്പെരിറ്റി ഉണ്ട്. നിങ്ങൾക്ക് പ്രോസ്പെരിറ്റി അതായത് ഇപ്പോൾ പണത്തിൻ്റെ കാര്യത്തിലായിരിക്കാം, ലൈഫിൻ്റെ കാര്യത്തിലായിരിക്കാം, ഹാപ്പിനെസ് ആയിരിക്കാം. നിങ്ങൾക്ക് എന്താണോ പ്രോസ്പെരിറ്റി, നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് എന്താണോ സന്തോഷം തരുന്നത് ആ കാര്യങ്ങൾ നിങ്ങൾക്ക് വരും എന്നാണ് പറയുന്നത്. പക്ഷേ അതിനെന്താ ഹാർഡ് വർക്ക് വേണം. ഓക്കെ, ഹാർഡ് വർക്ക് വേണം. ആക്ച്വലി മജീഷ്യൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ എന്താ പറയുക മാജിക്കലി ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതല്ല. നിങ്ങൾക്ക് അതിനുള്ള വർക്ക് ഇടണം, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യണം. എന്ത് സിറ്റുവേഷൻ ആയാലും ശരി, നിങ്ങൾ അതിൽ പ്രോപ്പറായിട്ട് എഫേർട്ട് കൊടുത്ത് ചെയ്താൽ മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് നടക്കൂ. ഓക്കെ, സോ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ഒരു ജീവിതത്തിനെ സ്നേഹിച്ചു തുടങ്ങുക എന്നാണ് പറയുന്നത്. ആൻഡ് ഹാർഡ് വർക്ക് ചെയ്യാനും പറയുന്നുണ്ട് ഇവിടെ. ഓക്കെ, ആക്ച്വലി ഇവിടെ ബ്ലെസ്സിങ് ഉണ്ടായിരുന്നു. ബ്ലെസ്സിങ്സ് ആർ ഗിഫ്റ്റ്സ് ഫ്രം ദ യൂണിവേഴ്സ്, റിസീവ് ആൻഡ് ഷെയർ ദം. ഓക്കെ, നിങ്ങളോട് പറയുന്നുണ്ട് നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് വരും. പക്ഷെ നിങ്ങളതിനെ കുറച്ചുകൂടി നിങ്ങളുകൂടി തയ്യാറും ആവണം. ഓക്കെ, നിങ്ങളത് കാണാനും റിസീവ് ചെയ്യാനും തയ്യാറുമാവണം. ഓക്കെ, 444 നോക്കാം നമുക്ക്. 444 നിങ്ങൾക്ക് കാണുന്ന ആൾക്കാർക്ക് നിങ്ങൾക്കുള്ള മെസ്സേജ് യൂണിവേഴ്സിൽ നിന്ന് 2 of Wands ആണ്. 2 of Wands എന്താ ഇവിടെ പറയുന്നത്? ഓക്കെ, ഹെർമിറ്റ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്കൊരു ഐ തിങ്ക് ഒരു പ്രോബ്ലം വന്നിരിക്കുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ഒരു ലേശം വിഷമത്തിലിരിക്കുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. നിങ്ങൾ ഐ തിങ്ക് ഉൾവലിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ. നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഐ തിങ്ക് ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്ന ഒരു സ്റ്റേജ് ആണ് എനിക്ക് കാണുന്നത്. മേ ബി നിങ്ങൾക്കൊരു ലോസ്, എന്തെങ്കിലും ഒരു നഷ്ടം വന്ന് കാണാം. അത് ചിലപ്പോൾ ഒരു വ്യക്തി വിട്ടുപോയതായിരിക്കാം, പേഴ്സൺ വിട്ടുപോയതായിരിക്കാം, പണത്തിൻ്റെ എന്തെങ്കിലും നഷ്ടമായിരിക്കാം, ജോലിയുടെ നഷ്ടമായിരിക്കാം. ഐ തിങ്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിലുണ്ട്. കുറച്ച് പണം നഷ്ടം വന്നു, അല്ലെങ്കിൽ ബിസിനസ്സിൽ എന്തെങ്കിലും ലോസ് വന്നു, അല്ലെങ്കിൽ ഈവൻ ഹെൽത്ത് വൈസ്. ആക്ച്വലി കുറച്ച് പേർക്ക് ഹെൽത്ത് വൈസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവാം. സോ ഇവിടെ ഒരു അല്പം
നിങ്ങൾക്ക് ആരും സപ്പോർട്ടില്ല എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം, നിങ്ങളുടെ കൂടെ ആരുമില്ല, നിങ്ങൾ തനിച്ചായിപ്പോയി, നിങ്ങൾ പുറത്താക്കപ്പെട്ടു എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. ഓക്കെ, സോ ഐ തിങ്ക് ഇവിടെ നിങ്ങളൊരല്പം ഒരു എന്താ പറയുക, മനസ്സ് നിങ്ങൾക്ക് നിങ്ങൾ ഉള്ളിലേക്ക് വലിഞ്ഞ് കുറച്ചിങ്ങനെ ചിന്തിക്കുന്ന ഒരു മട്ടാണ് എനിക്ക് കാണുന്നത്. ബട്ട് യൂണിവേഴ്സ് പറയുന്നത് 2 of Wands എനർജിയാണ്. സോ നിങ്ങൾക്ക് ആക്ച്വലി നിങ്ങളോട് പറയുന്നത് ഉൾവലിയുന്നതിൽ തെറ്റൊന്നുമില്ല. ഓക്കെ, നമ്മളെപ്പോഴും അവനവൻ്റെ ഉള്ളിലേക്ക് ആദ്യം നോക്കണം, നമ്മൾ തന്നെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. അതിന് ശേഷം പക്ഷെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള അവസരം കൂടി ഉണ്ട് എന്നാണ് പറയുന്നത്. യു ഹാവ് ദ പൊട്ടൻഷ്യൽ ഫോർ ഗ്രോത്ത്. ഓക്കെ, നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നാണ് പറയുന്നത്. സോ നിങ്ങൾ ആക്ച്വലി മേ ബി നിങ്ങൾ അതായിരിക്കാം ചിന്തിക്കുന്നത്. ഓക്കെ, എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമോ ഇല്ലേ, ഞാൻ എന്താ ചെയ്യേണ്ടത് നെക്സ്റ്റ് എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നതായിരിക്കാം. കാരണം ചില ലോസ് ഒക്കെ വരുമ്പോൾ നമ്മളൊരു അല്പം നമ്മൾ ചിന്തിക്കും ഇനിയിപ്പോൾ എന്താണ് വേണ്ടത് എന്ന് നമ്മളൊന്ന് ചിന്തിക്കും അല്ലേ. സോ ആ രീതിക്ക് ആയിരിക്കാം ഇതിനെ ഇനി മുന്നോട്ട് എങ്ങനെ കൊണ്ടുപോകും, എന്താ ചെയ്യേണ്ടതെന്ന് ഒരു സ്റ്റേജ്. പക്ഷെ അത് നല്ലതാണ്. നിങ്ങളോട് പറയുന്നത് അവനവൻ്റെ ഉള്ളിലേക്ക് നോക്കുക. ഓക്കെ, നിങ്ങളൊന്ന് കുറച്ച് ഡീപ്പായിട്ട് ചിന്തിക്കുക, അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, ആൻഡ് ഇവിടെ ശരിക്കും ഏഞ്ചൽസ് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള സൈൻ 444 വന്നിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഇതിലൊക്കെ നമ്മളിങ്ങനെ എന്തെങ്കിലും ലോസ്, ടെൻഷൻസ്, പ്രശ്നങ്ങൾ, നിങ്ങൾ ആരെങ്കിലും വിട്ടുപോയി അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടം വന്നു, അങ്ങനെയൊക്കെയുള്ള സമയങ്ങളിൽ 444 കാണുന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ് പറയുന്നത് ഇത് ഒരിക്കലും ഇത് മാറും, ഈ സിറ്റുവേഷൻ മാറിക്കോളും എന്നാ പറയാം. 5 ആക്ച്വലി ഇത് 5 ആണ്. 5 ആക്ച്വലി ചേഞ്ച് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. 5 പറയുമ്പോൾ ഒരു സിറ്റുവേഷൻ മാറി വരും എന്നുള്ളതാണ്. ഓക്കെ, ഈ സിറ്റുവേഷൻ മാറി വരും, നിങ്ങൾക്ക് ചേഞ്ചസ് വരും എന്നുള്ളതാണ്. ഒന്നുകൂടെ എടുത്തേക്കാം. ഓക്കെ, യെസ്, തീർച്ചയായിട്ടും ഐ തിങ്ക് ഫൈനാൻഷ്യലിൻ്റെ ആണ് കൂടുതലും എനിക്ക് കാണുന്നത്. നിങ്ങൾ ഫൈനാൻഷ്യൽ ലോസ് എനിക്ക് കാണുന്നുണ്ട്, ഫൈനാൻഷ്യൽ ഇഷ്യൂസ് എനിക്ക് കാണുന്നുണ്ട്. ജോലിയുടെ ആയിരിക്കാം, അല്ലെങ്കിൽ ഫൈനാൻസ്, കരിയർ, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം. കുറച്ച് പേർക്ക് മേ ബി ഈവൻ റിലേഷൻഷിപ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും നമ്മുടെ ലൈഫിൻ്റെ ഒരു സ്റ്റെബിലിറ്റി, വീട്, ഫാമിലി, ബന്ധങ്ങൾ, അങ്ങനത്തെ കാര്യവും ആവാം. കുറച്ച് പേർക്ക് ഈവൻ ഹെൽത്ത് ആവാം. ഓക്കെ, 3 കാര്യവും ഞാൻ പറഞ്ഞു ഓൾറെഡി. സോ ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ, നിങ്ങൾക്കൊരു ലോസ് വന്നു, നിങ്ങൾക്ക് നഷ്ടം വന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും വിട്ടുപോയി, അങ്ങനത്തെ എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് തിരിച്ച് വീണ്ടും അബണ്ടൻസ് വരും. ഓക്കെ, ഡോണ്ട് വറി, നിങ്ങൾ അബണ്ടൻസ് വരും. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കരിയർ വൈസ് നിങ്ങൾക്ക് ഗ്രോത്ത്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലായാലും ശരി, ഓക്കെ, കുറച്ചുകൂടി സ്റ്റേബിൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് എല്ലാം ഉണ്ടാവും. ഓക്കെ, ബട്ട് ഇപ്പോൾ ഐ തിങ്ക് ഒരു താൽക്കാലികമായ ഒരു ഫേസ് മാത്രമാണ് ഇത്. ഓക്കെ, സോറി, ഞാൻ ഗൈഡൻസ് എടുത്തില്ല. താൽക്കാലികമായ ഫേസ് മാത്രമാണ്, അത് മാറും. ഓക്കെ, ഇപ്പം നിങ്ങളോട് തൽക്കാലം ഒന്ന് വെയിറ്റ് ചെയ്യാനാണ് പറയുന്നത്. യൂണിവേഴ്സ് പറയുന്നുണ്ട് ഒന്ന് ക്ഷമ വയ്ക്കൂ, വെയിറ്റ് ചെയ്യൂ, കാര്യങ്ങൾ മാറി വരും, ചേഞ്ചസ് വരും. ഓക്കെ, നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടും, അല്ലെങ്കിൽ അതിന് ഒന്ന് വെയിറ്റ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ന്യായമായത് യൂണിവേഴ്സ് ചെയ്യും എന്നാണ്. ഓക്കെ, ക്ലെൻസ് യുവർ മൈൻഡ് ആൻഡ് സ്പിരിറ്റ്, റിമൂവ് നെഗറ്റീവ് എനർജി. യെസ്, ഓക്കെ, നിങ്ങളോട് പറയുന്നത് ഒരല്പം നിങ്ങൾ ഉള്ളിലേക്ക് നോക്കുക എന്ന് പറഞ്ഞു. ട്രാൻസ്ഫോർമേഷൻ ഉണ്ട് ഇവിടെ. ഓക്കെ, എവിടെയോ നിങ്ങൾക്കൊരു മാറ്റം സംഭവിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. സോ ലൈഫിലൊരു ചേഞ്ച് വരുന്നുണ്ട് എന്തായാലും. നമ്മൾ 5-ലായിരുന്നു അത്, ബട്ട് ഇവിടെ വന്നിട്ടുണ്ട് നമുക്ക്. ഓക്കെ, ബട്ട് നിങ്ങളോട് പറയുന്നത് എന്തെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ ലോസ് വന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം നഷ്ടപ്പെട്ടു എന്നൊക്കെ ഉണ്ടെങ്കിൽ, ഓക്കെ, അത് ചിലത് ചില സമയത്ത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ നിന്ന് എന്തെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പോകാനുള്ളതായിരിക്കും. ഓക്കെ, അത് വിട്ട് കളഞ്ഞിരിക്കാനാണ് പറയുന്നത്. നെഗറ്റീവ് എനർജി നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോകുന്നതായിരിക്കാം. അങ്ങനെ അതായത് നിങ്ങളെ പുറകോട്ട് വലിക്കുന്ന, നിങ്ങളുടെ ഗ്രോത്തിൽ നിന്ന് നിങ്ങളെ തടയുന്ന കാര്യങ്ങളായിരിക്കും മാറിപ്പോയത്. ഓക്കെ, അങ്ങനെ പോകുന്നത് പൊയ്ക്കോട്ടെ എന്ന് വെക്കാം. ഓക്കെ, ആൻഡ് ഇവിടെ യൂണിവേഴ്സ് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അതിലും നല്ലത്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു അബണ്ടൻസ് തീർച്ചയായിട്ടും വരും, സ്റ്റെബിലിറ്റി വരും. ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങളുടെ ലൈഫ് സ്റ്റേബിളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. കരിയർ നല്ലൊരു കരിയർ, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് നല്ലൊരു ബന്ധം, എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് വരും. സ്റ്റേബിളായിട്ടൊരു ബന്ധം നിങ്ങൾക്ക് വരും, അതുണ്ടാവും നിങ്ങളുടെ ലൈഫിൽ. ആൻഡ് ഇവിടെ ക്ലെൻസിങ് എന്ന് പറയുന്നത് നിങ്ങളോട് മൈൻഡ് ആൻഡ് സ്പിരിറ്റ് ക്ലെൻസ് ചെയ്യുക. ഒരുപാട് വിഷമം ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു കാർഡിൽ എവിടെയായിരുന്നത് മറന്നുപോയല്ലോ. ഓക്കെ, അതിങ്ങനെ ഷഫിൾ ചെയ്തു. ഓക്കെ, 5 of Pentacles കണ്ടതിൽ ശരിക്കും അതിലൊരു നമ്മൾ ഒരു സൈഡിൽ ചർച്ചിനെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ചർച്ചിൻ്റെ വെളിച്ചം കാണിക്കും. സോ എപ്പോഴും ഡിവൈൻ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് എന്നാണ് പറയുന്നത്. നിങ്ങൾ ഒരിക്കലും തനിച്ചാവില്ല. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ തോന്നാം, ഞാൻ ഒറ്റപ്പെട്ടു, എന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തി എന്നൊക്കെ നിങ്ങൾക്ക് തോന്നാം. പക്ഷെ ഇല്ല, എപ്പോഴും യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്നാണ്. ആൻഡ് അതും ഇവിടെ ഏഞ്ചൽസ് തന്നെ പറയുന്നത്, ഏഞ്ചൽസ് ആർ വിത്ത് യു. ഓക്കെ, സോ വാട്ട് എവർ ഇസ് ഹാപ്പനിങ് അത് നിങ്ങളുടെ നല്ല ഇനാണ്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ വേറെ എന്തോ ബെറ്റർ തീർച്ചയായിട്ടും വരും എന്നാണ്. ഓക്കെ, നമുക്ക് 555 കൂടി നോക്കാം. ഓൾറെഡി നല്ല ലോങ് റീഡിങ് ആയി. റിലേഷൻഷിപ്പ് കൂടി ചെയ്യാൻ സമയമുണ്ടോ എന്നറിയില്ല. ഓക്കെ, 555 കാണുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് 4th നമുക്ക് നോക്കാം എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജ്, നിങ്ങൾക്കുള്ള ഗൈഡൻസ് യൂണിവേഴ്സിൽ നിന്ന്. എംപറർ, വാട്ട് ഈസ് എംപറർ? ലവേഴ്സ് കാർഡ് ഇത് കാണിക്കാൻ പാടില്ല. ഓക്കെ, വിക്ടറി, വെരി ഗുഡ്. ഓക്കെ, ഓ വാവ്,
നിങ്ങളുടെ അത് റിലേഷൻഷിപ്പ് തന്നെയാണ് എനിക്ക് കൂടുതൽ കാണുന്നത് കേട്ടോ. മീൻസ് എല്ലാ റിലേഷൻഷിപ്പ് മാത്രമല്ല, ഫസ്റ്റ് ഞാൻ പക്ഷേ റിലേഷൻഷിപ്പ് പറയാം. ഇവിടെ റിലേഷൻഷിപ്പിൽ നിങ്ങളൊരു പേഴ്സണുമായിട്ട് അകൽച്ച വലുതും വന്നിട്ടുണ്ടെങ്കിൽ, സെപ്പറേഷൻ ഉണ്ടെങ്കിൽ, അകൽച്ച വന്നു, പേഴ്സണുമായിട്ട് അകന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സെപ്പറേഷൻ്റെ ഒരു എനർജി കാണുന്നുണ്ട് എനിക്ക്. ഓക്കെ, സെപ്പറേഷൻ അല്ലെങ്കിൽ ഒരു എൻഡിങ് എന്ന രീതിക്ക് വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തിരിച്ച് ആ റിലേഷൻഷിപ്പ് തിരിച്ച് വരും. ഓക്കെ, വളരെ ചുരുക്കി പറഞ്ഞല്ലേ, റിലേഷൻഷിപ്പ് തിരിച്ച് വരുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളെ പേഴ്സൺ ചൂസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. പേഴ്സൻ്റെ ഭാഗത്തു നിന്നൊരു മെച്യൂരിറ്റിയോടെ, ഓക്കെ, അവർ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. കുറച്ച് പേർക്ക് ഒരു മാരേജിൻ്റെ കാര്യം കാണുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് കൂടുതൽ വീണ്ടും സ്ട്രോങ് ആയിട്ട്, ആ ബന്ധം സ്ട്രോങ് ആയിട്ട് വീണ്ടും നിങ്ങൾ തമ്മിൽ ഒരു ഹാപ്പി ഒരു അല്ലെങ്കിൽ ഒരു എന്താ സക്സസ് വരുന്നതാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ഇവിടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യം മെയിൻലി നിങ്ങൾക്കൊരു ബന്ധത്തിനെ പറ്റി നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി സീരിയസ് ആയിട്ട് നെക്സ്റ്റ് ലെവലിലേക്ക് അവർ കൊണ്ടുപോകും. ഓക്കെ, ഇപ്പം സെപ്പറേഷൻ ആയിരിക്കാം, പക്ഷെ അവർ തിരിച്ചു വരും. ആൻഡ് എനിവേ 5 എന്ന് ഞാൻ പറഞ്ഞു ചേഞ്ച് ആണ് അല്ലേ, മാറ്റം. സോ യെസ്, പേഴ്സൻ്റെ ഭാഗത്തൊരു മാറ്റം, അതായത് അവർ സീരിയസ് ആവുന്ന ലക്ഷണമായിട്ടാണ് കാണുന്നത് എനിക്ക്. ഇതുവരെ അവരതിനെ നിങ്ങളൊരു ലവേഴ്സ് സ്റ്റേജ് ഒക്കെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ അവരതിനെ ഇനി നെക്സ്റ്റ് അവരതിനെ ഒരു കമ്മിറ്റഡ് ആയിട്ട് ഒരു റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. ഇപ്പോൾ സെപ്പറേഷൻ ഉണ്ട്, യെസ്, എനിക്ക് സെപ്പറേഷൻ കാണുന്നുണ്ട്, എൻഡിങ് പോലെ തോന്നുന്നുണ്ട്, ബട്ട് അത് തിരിച്ചു വരും. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ തീർച്ചയായിട്ടും എനിക്ക് ഇവിടെ റീയൂണിയൻ എന്ന രീതിക്ക് നമുക്ക് എനർജി എടുക്കാം. 5 എന്ന് പറയുമ്പോൾ ചേഞ്ച് ആണ്. സോ യെസ്, ഒരു മാറ്റം നിങ്ങൾക്ക് കാണും തീർച്ചയായിട്ടും. ആൻഡ് ഇവിടെ ഞാൻ റെഗുലർ പറഞ്ഞില്ല. ഓക്കെ, നോർമൽ നമ്മളൊരു കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കുന്ന ഒരു ചോയ്സിൻ്റെ കാര്യം കാണുന്നുണ്ട്. നിങ്ങളൊരു കാര്യത്തിൽ 2 കാര്യങ്ങൾ തമ്മിലൊരു ഡെസിഷൻ എടുക്കേണ്ട സമയമാണ് ഇപ്പോൾ നിങ്ങൾക്ക്. ഓക്കെ, അതിപ്പോൾ ബന്ധങ്ങളിലായാലും നിങ്ങളുടെ ലൈഫിൽ 2 വ്യക്തികളുണ്ടാവും, അങ്ങനെയായിരിക്കാം. അല്ലെങ്കിൽ ഒരു ജോലിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് 2 ജോലി, അങ്ങനത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്ത് കാര്യം ചെയ്യാനായാലും ഓക്കെ, നിങ്ങൾക്ക് 2 സിറ്റുവേഷൻ തമ്മിലൊരു തീരുമാനമെടുക്കുക, ചോയ്സ് എടുക്കേണ്ട സമയമായിരിക്കാം. സോ ഇവിടെ നിങ്ങളോട് പറയുന്നത് ഓക്കെ, നിങ്ങൾക്ക് ഒരു ഗ്രോത്ത് വരുന്നുണ്ട് എന്നാണ്. ഓക്കെ, നിങ്ങൾക്കൊരു പ്രൊമോഷൻ ആയിരിക്കാം, ജോലിയിൽ പ്രൊമോഷൻ ആയിരിക്കാം, സക്സസ് ആയിരിക്കാം. ഓക്കെ, കുറച്ചുകൂടി ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് പ്രൊമോഷൻ കാണുന്നുണ്ട് എനിക്ക്. അല്ലെങ്കിൽ ഒരു സക്സസ് നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ, ഒരു ലീഡർഷിപ്പ് ലെവലിലേക്ക് നിങ്ങൾ നിൽക്കുന്നതായിട്ടും നിങ്ങൾക്ക് കാര്യങ്ങളെ മുന്നോട്ട് നിങ്ങൾക്കൊരു എന്താ പറയുക, കുറച്ചുകൂടി സീനിയർ ലെവലിൽ നിങ്ങൾ നിൽക്കുന്ന പോലെ തോന്നുന്നുണ്ട്. നിങ്ങൾക്കൊരു വിക്ടറി, സക്സസ് ഒക്കെ കാണുന്നുണ്ട്. നിങ്ങൾ എന്ത് കാര്യം ചെയ്താലും ഓക്കെ, അതിൽ നിങ്ങൾക്കൊരു സക്സസ് ആണ് കാണുന്നത്. ആൻഡ് കുറച്ചുകൂടി പ്രൊമോഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ, ഒരു നിങ്ങളെ ഈവൻ ഒരു മാരേജ് ആയിരിക്കാം. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്ക് മാരേജ് വരുന്ന കാര്യങ്ങളായിരിക്കാം. വീട്ടിൽ അല്ലെങ്കിൽ ഒരു കുറച്ചുകൂടി നിങ്ങളുടെ സീനിയർ സ്ഥാനം ആവുക എന്ന് പറയുമ്പോൾ മേ ബി കുട്ടികൾ വരിക, അങ്ങനത്തെ കാര്യങ്ങൾ. സോ എവിടെയോ നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ച് വരുന്ന പോലെയാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, നിങ്ങളുടെ ലൈഫിലൊരു മാറ്റം, അത് ജോലിയിലായാലും ഞാൻ പറഞ്ഞ പോലെ ഓക്കെ, മേ ബി നിങ്ങൾ വേറെ ജോലി മാറുന്നതായിരിക്കാം കുറച്ച് പേർക്ക്, അല്ലെങ്കിൽ ഉള്ള ജോലിയിൽ തന്നെ ചിലപ്പോൾ ഒരു പ്രൊമോഷൻ ആയിരിക്കാം, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം. ഐ തിങ്ക് പക്ഷെ ഇവിടെ ഇപ്പോൾ നിങ്ങൾ മേ ബി ഒരു ഡൗൺ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം ഇപ്പോൾ ഒന്നും നടക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. എന്തെങ്കിലും ഒരു ഡൗൺ ഫേസ് ആയിരിക്കും ഇപ്പോൾ. പക്ഷേ നിങ്ങൾക്ക് വരാൻ പോകുന്നത് മേ ബി ആ സമയത്ത് നിങ്ങളൊരു തീരുമാനം എടുക്കുന്നതായിരിക്കും. ദാറ്റ് ഇനി എന്താണ് മുന്നോട്ട് ചെയ്യേണ്ടത്, ഞാൻ എന്ത് ജോലി മാറണോ, വേറെ എവിടെയെങ്കിലും പോകണോ, വേറെ എന്തെങ്കിലും ചെയ്യണോ, ഞാൻ എന്തെങ്കിലും ചെയ്ത് നോക്കണോ, ഒരു കൺഫ്യൂഷൻ ആയിരിക്കാം. അതിനുശേഷം പക്ഷേ നിങ്ങൾ എടുക്കുന്ന ചോയ്സിൽ എന്തായാലും നിങ്ങൾക്ക് മുന്നോട്ട് കാണുന്നത് ഒരു ഗ്രോത്ത് ആണ് എനിക്ക് കാണുന്നത്, സക്സസ് ആണ് എനിക്ക് കാണുന്നത്. ഓക്കെ, പ്രത്യേകിച്ച് പ്രൊമോഷൻ അങ്ങനത്തെ കാര്യങ്ങൾ കാണുന്നുണ്ട്. ഇതിലും ഗൈഡൻസ് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ, ഇത് ഞാൻ പറഞ്ഞ പോലെ മെയിൻലി എനിക്ക് റിലേഷൻഷിപ്പിൻ്റെ ആയിരുന്നു. കമ്മ്യൂണിക്കേഷൻ കിട്ടിയിട്ടുണ്ട്. ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, ദ ബ്രിഡ്ജ് ടു അണ്ടർസ്റ്റാൻഡിങ് കണക്ഷൻസ്. നിങ്ങളോട് ഇത് മെയിൻലി എനിക്ക് റിലേഷൻഷിപ്പ് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. സോ ബന്ധങ്ങളിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ വളരെ ഈഗോ ഒക്കെ വെച്ച് ചിലപ്പോൾ മാറിയൊക്കെ നിന്നിട്ടുണ്ടാവാം, ബട്ട് അവർ ഓപ്പൺ അപ്പ് ആയിട്ട് വരും. കാരണം നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ വളരെ ഡീപ്പാണ്. ആൻഡ് നിങ്ങൾ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ വരും എന്നും എനിക്ക് കാണുന്നുണ്ട്. നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ സെപ്പറേഷൻ ആയിരിക്കും, ആയിരിക്കും അകന്ന് നിൽക്കുന്നുണ്ടാവും, ബട്ട് പീസ് ഉണ്ട് ഇവിടെ. ഓക്കെ, എന്തായാലും നിങ്ങൾ തമ്മിൽ ഒരു സക്സസ് എനിക്ക് കാണുന്നുണ്ട്. അതായത് റിലേഷൻഷിപ്പ് മുന്നോട്ട്, മെയിൻലി റിലേഷൻഷിപ്പാണ് ഇവിടെ, കമ്മ്യൂണിക്കേഷൻ വന്നിട്ടുണ്ട്. സോ നിങ്ങൾ തമ്മിലൊരു സംസാരം വന്ന് നിങ്ങൾക്ക് കുറച്ചുകൂടി ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. മേ ബി നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് ഈഗോ വെച്ച് ഒന്നും തുറന്നു പറയാതെ, അവരുടെ ഫീലിങ്സ് തുറന്നു പറയാതെയൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇനി അവരത് തുറന്നു പറയും. ഓക്കെ, കാരണം ഇപ്പോൾ അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ട് മുന്നോട്ടൊരു സക്സസ് എന്ന രീതിയിലാണ്. കമ്മ്യൂണിക്കേഷൻ തീർച്ചയായിട്ടും വരും എന്നാണ് കാണുന്നത്. ഇത് വളരെ സ്പെസിഫിക് ആയിട്ട് നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. അല്ലാത്തവർക്ക് അഗെയിൻ ഈ കമ്മ്യൂണിക്കേഷൻ നമ്മൾ ജോലിയുടെ കാര്യമൊക്കെ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരോട് അണ്ടർസ്റ്റാൻഡിങ് ആയിട്ട് പെരുമാറുക, ഒരുപാട് കൺട്രോളിങ് ആയിട്ട് നിൽക്കാതിരിക്കുക ജോലി സ്ഥലത്തൊക്കെ. ഓക്കെ, ഒരല്പം
കുറച്ചുകൂടി റിലാക്സ് ചെയ്ത് എല്ലാവരെയും മനസ്സിലാക്കി എല്ലാവരെയും സ്നേഹിച്ച് കെയർ ചെയ്ത്. കാരണം ഈ എംപറർ എന്ന് പറയുമ്പോൾ ഒരല്പം ഈഗോ എന്ന് പറയും, അല്പമല്ല കുറച്ച് നല്ലോണം ഈഗോ എന്ന് പറയും, പിന്നെ കൺട്രോളിംഗ് എന്ന് പറയും. ഓക്കെ, അതായത് വേറെ ഒന്നുമല്ല, എംപറർ എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ എല്ലാവരെയും നമ്മൾ നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളായിരിക്കും. പക്ഷെ അപ്പം എന്താവും, അതിൻ്റെ തന്നെ ഒരു റിജിഡിറ്റി കൂടി വരും. അതായത് ഞാൻ സ്ട്രിക്റ്റ് ആയിരിക്കണം എന്നൊക്കെ പറയില്ലേ, ആ രീതിക്ക് ചിന്തിക്കുന്ന വ്യക്തികളായിരിക്കും. സോ ഇത് നിങ്ങളാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ബോസ് ആവാം, ഓക്കെ, അങ്ങനെ വല്ല സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ അവിടെയും കുറച്ച് ഓപ്പൺ കമ്മ്യൂണിക്കേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബെറ്റർ ഒരു സിറ്റുവേഷൻ വരും എന്നാണ്. ഓക്കെ, സോ എനിവേ ഇവിടെയും നല്ല കാര്യമാണ് കണ്ടത്. നിങ്ങൾക്കൊരു മാറ്റം, ഇത് റിലേഷൻഷിപ്പാണ് കൂടുതലും കണ്ടത്. റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ സിറ്റുവേഷനിൽ ഇപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ വരും, റിലേഷൻഷിപ്പിൻ്റെ സ്റ്റേറ്റസിൽ ഒരു ചേഞ്ച് വരാം. ഓക്കെ, സോ അങ്ങനെ ഒരു കാര്യമാണ് കണ്ടത്. ഓക്കെ, ഞാൻ ഐ തിങ്ക് ഇന്നിപ്പോൾ ഒരുപാട് ഇത് ലോങ് ആയി, ഇനിയിപ്പോൾ റിലേഷൻഷിപ്പ് എടുക്കുന്നതിലേയും ചെയ്തിട്ടില്ല. ഓക്കെ, എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.